കൈൻഡ്ലി ടേൺ ഓഫ് യുവർ കാർ ഹെഡ്ലൈറ്റ്സ്. സിഗരറ്റ് വലിക്കരുത്, കസേരയിൽ ചവിട്ടരുത് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ അതാണ് നിങ്ങളുടെ കാറിൻ്റെ ഹെഡ്ലൈറ്റ് ദയവ് ചെയ്ത് ഓഫ് ചെയ്യണം എന്നാണ് ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് സ്ക്രീനിൽ എഴുതി കാണിച്ചത്. ഞാൻ എൻ്റെ വീണ്ടും മുംബൈ ദ ലീല ഹോട്ടലിലാണ് കേട്ടോ. മുസ്തഫയ്ക്ക് ഇവിടെ ഇല്ല, അദ്ദേഹം പുറത്ത് പോയിക്കാണ്. ഇപ്പോൾ വൈകുന്നേരം ഒരു 7 മണി സമയമാണ് കേട്ടോ. പകൽ കുറേ നേരം ഞാൻ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് ഇവിടെ ഈ റൂമിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഒരു 7:30 ആകുമ്പോഴത്തേക്കും മുസ്തഫയ്ക്ക് വരും. എന്നിട്ട് നമ്മളൊരു പുതിയൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഒരു സിനിമ കാണാൻ പോവാം. എങ്ങനെ ഉണ്ടാവും? ഒരു സിനിമ കാണുന്നതിന് എന്തത്ര പുതുമാന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് ഒരു വെറൈറ്റി സിനിമയാണ്. സിനിമയല്ല വെറൈറ്റി, സിനിമ കാണുന്ന രീതിയാണ് വെറൈറ്റി. അതായത് ഇപ്പോൾ 2 ദിവസം മുമ്പ് മുംബൈയിൽ ഓപ്പൺ ആയതാണ് ജിയോയുടെ ഡ്രൈവ് ഇൻ തിയേറ്റർ. നമ്മളിങ്ങനെ കാർ ഓടിച്ച് പോകുന്നു, കാറിലിരുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു, എന്നിട്ട് ആ കാറും കൊണ്ട് നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്നു. ആ കാറിനകത്ത് തന്നെ ഇരുന്നിട്ട് സിനിമ കാണുന്നു. നമ്മളിന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഞാൻ അഷ്റഫ് എക്സൽ, വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. നല്ല റൂമാണ്, നല്ല സെറ്റപ്പിലാണ് അവർ തന്നതൊക്കെ. പക്ഷേ നമ്മളെടുത്ത് കിട്ടിയാൽ പിന്നെ അറിയാമല്ലോ, ആകെ അലമ്പാക്കിയിട്ടുണ്ട്. ഇതേ ഇവിടെ ഒരു ഓഫീസ് സ്പേസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ടേബിളൊക്കെ എൻ്റെ കംപ്ലീറ്റ് ഗാഡ്ജറ്റ്സും വലിച്ചു വാരിട്ടിട്ട് ആകെ നാശാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു വിൻഡോ ഉണ്ടേ ഈ ഭാഗത്ത്. ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ നമ്മുടെ മുംബൈ മെട്രോ ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റും. പകൽ ശരിക്ക് കാണും. അപ്പോൾ മുസ്തഫക്ക വന്നു, ഞങ്ങൾ താഴെ പോയി കുറച്ച് നേരം ലോബിയിലൊക്കെ ഇരുന്ന് കുറച്ച് സമയം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് ഫോൺ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചു, എന്തൊക്കെയോ കഴിച്ചു കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 9:30 മണിയായി രാത്രി. അവിടെ ഞാൻ പറഞ്ഞ തിയേറ്ററിൽ 2 ഷോസാണ് ഒരു ദിവസം. ഒന്ന് 7 മണിക്കും പിന്നെ ഒന്ന് 11 മണിക്കും. അപ്പോൾ 11 മണിക്കുള്ള ഷോക്കാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് എന്തായാലും നേരെ മുസ്തഫക്ക പുറത്തിറങ്ങി ഫുള്ള് ബിസിയാണ്, ഫോണിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു ടാക്സി പറഞ്ഞിട്ടുണ്ട്, വണ്ടി താഴത്ത് വന്നിട്ടുണ്ട്, നമുക്ക് ഇറങ്ങാം. ഒരു മിനിറ്റ്, ഞാൻ കുറേ നേരമായിട്ട് പറയുന്നത് മുസ്തഫക്ക പോരുന്നത്. നിങ്ങൾ വന്നിട്ടൊന്ന് കാണാൻ കിട്ടിയിട്ടില്ല, ഫുൾ ടൈം ഫോണിലും ബിസി. അതെ, കുറച്ചൊന്ന് എൻജോയ് ചെയ്യുന്നു. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു ദിവസം 2-3 സിനിമകളൊക്കെ കാണുന്നത്. ഞാനത് പറയാൻ തുടങ്ങിയായിരുന്നു, നിങ്ങൾ വന്നതിന് ശേഷം പറയാൻ വെച്ചിട്ടാ. അതായത് ഞാനൊരു സിനിമയുടെ മരമാണ്, ഭയങ്കര ഇഷ്ടമാണ് സിനിമ. അതിനേക്കാളും ഇഷ്ടമാണ് പുള്ളിക്ക് സിനിമയുമായിട്ട് വേറെ ഒരുപാട് ബന്ധങ്ങൾ കടക്ക് വഴിയേ പറയാം. പോവല്ലേ? പോവാം. ശരി. അധികമൊന്നും ദൂരമല്ല, BKCയിലാണ് ഈ മാള് നിൽക്കുന്നത് കേട്ടോ. ബാന്ദ്ര കുർല കോംപ്ലക്സ് അവിടെയാണുള്ളത്. ഇനി ഒരു മണിക്കൂറിൻ്റെ അടുത്തുണ്ട് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോഴത്തേക്ക് നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാണ് കേട്ടോ ഡ്രൈവ് ഇൻ തിയേറ്ററിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ ഇവർ ചെക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ. നമസ്തേ. വണ്ടിയൊക്കെ പരിശോധിച്ചു, അതുപോലെ 2 വാക്സിൻ ഉണ്ടോ എല്ലാവർക്കും എന്നില്ല അതൊക്കെ പരിശോധിച്ചു. ഇനിയാണ് അകത്തേക്ക് കടക്കുന്നത്. ടിക്കറ്റ് ആ ഇത് കണ്ടോ, ഇത് നമ്മളെ ജിയോ വേൾഡ് ഡ്രൈവിൻ്റെ പാർക്കിംഗ് സ്പേസ് പോലെ തന്നെ കേട്ടോ. വേറൊരു ഭാഗത്തേക്ക് ഇങ്ങനെ വന്നു. ഇവിടെ വന്നപ്പോൾ ഒരു ബാരിയർ വെച്ചിട്ടുണ്ട്, ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഇവർ. ഇത് ക്യൂ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ 3 വണ്ടികളാണ് കിടക്കുന്നുണ്ടോ, നമ്മളെ വണ്ടി സെൻറ്ററിലുള്ളത്. നമ്മളിപ്പോൾ ക്യൂവിൽ നിൽക്കുകയാണ്. ഇവിടെ വെച്ച് നമ്മുടെ ടിക്കറ്റ് പരിശോധന കഴിഞ്ഞു. ഓക്കെ, റൂട്ട് റെക്കോർഡ്സ്. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ ക്യൂവിൽ 1-ാം സ്ഥാനത്താണ്. 11 മണിക്കാണ് അകത്തേക്ക് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ആക്ച്വലി ജിയോ വേൾഡ് ഡ്രൈവിന് പുറത്തേക്ക് ജിയോ വേൾഡ് ഡ്രൈവ് എന്ന ഈ മാളിൻ്റെ റൂഫ് ടോപ്പിലാണ് ഈ തിയേറ്റർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ ബിസിനസ്സിലും അംബാനിയുടെ പ്രസൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ അംബാനി ആദ്യമായിട്ടാണ് ഒരു മാളിലേക്ക് എൻട്രി ചെയ്യുന്നത്. ആരോ പറഞ്ഞു അംബാനിയുടെ മകളോ എന്തോ ആണ് ഇതിൻ്റെ ഇനീഷ്യേറ്റീവ്. അത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, പക്ഷേ മാളിലേക്ക് എൻട്രി ചെയ്തു. ഈ എൻട്രി ചെയ്ത സമയത്ത് പുള്ളി ഒരു
എന്താ പറയാ, നമ്മൾ പുലിമുരുകനും ഇതൊക്കെ പോലെ വരുവാണെങ്കിൽ സിംഹം പോലെയാണ് വന്നിട്ടുള്ളത്. മനസ്സിലായി? ഇങ്ങനെ ആദ്യത്തെ ഒരു കൺസെപ്റ്റാണത്, ആദ്യമായിട്ടാണ്. വേറെയും വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വണ്ടികൾ സിനിമക്ക് വരികയാണ്. എന്തൊരു ഭംഗിയിലാണെന്നറിയോ ഇവിടെയൊക്കെ ഇതിൻ്റെ വർക്കൊക്കെ ചെയ്തേക്കണത്. ചെറിയ ഏരിയ ഒന്നുമല്ല, വണ്ടികൾ വരേണ്ട സ്ഥലമല്ലേ. നമ്മൾ സാധാരണ തിയേറ്ററിൽ മനുഷ്യന്മാർ ക്യൂ നിൽക്കുന്നത് പോലെ ഇവിടെ വന്നിട്ട് വണ്ടികൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. കണ്ടോ, ഇവിടെ ബുക്കിങ്ങിലുള്ള ലൈന് സെപ്പറേറ്റ് ഉണ്ട്, നേരത്തെ ബുക്ക് ചെയ്ത് വന്നവർക്കുള്ള ലൈന് വേറെയാണ്. അങ്ങനെ 11 മണിയായപ്പോൾ വണ്ടികളൊക്കെ കടത്തി വിട്ട് തുടങ്ങിയിട്ടോ. നമ്മൾ ഈ സിനിമക്ക് സാധാരണ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് കിട്ടിയിട്ട് ഓട്ടം ഉണ്ടാവില്ലേ, അതുപോലെയുള്ള പോക്കാണ് കേട്ടത്. അങ്ങനെ നമ്മളിതാ ഈ മോളിൻ്റെ ഏറ്റവും ടോപ്പിൽ, റൂഫ് ടോപ്പിലേക്കാണ് ഇപ്പോൾ എൻട്രി ചെയ്യുന്നത് കേട്ടോ. നമ്പർ G28. നമുക്ക് സീറ്റ് നമ്പർ തരുന്ന പോലെ ഇവർ ഓരോ സ്ലോട്ട് നമ്പർ തന്നിട്ടുണ്ട് ടിക്കറ്റ് എടുത്തപ്പോൾ. G28 എവിടെയാണെന്നപ്പോൾ അവർ പറഞ്ഞു തന്നത്. അമ്മോ, ഇത് നോക്ക്, വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉടായ്പ പരിപാടിയൊന്നുമല്ല. കംപ്ലീറ്റ് ഒരു ഗ്രീൻ മാറ്റ് വിരിച്ചേക്കണു. എന്ത് രസമല്ലേ, നമ്മൾ ഫുട്ബോൾ സ്റ്റേഡിയത്തിലൊക്കെ പോയ പോലെ ഉണ്ട്. കഫേയൊക്കെ ഉണ്ട് കേട്ടോ. അമ്മതേ, ആ സ്ക്രീനൊക്കെ അവിടെ കാണാം. വണ്ടി ഇറങ്ങിയിട്ട് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ സീറ്റ് നമ്പർ നോക്കിയിട്ട് ഇരിക്കൂലേ, അതുപോലെ ഇതേ ഇവിടെ ഓരോ സ്ലോട്ടും ഇട്ടിട്ടുണ്ട് പാർക്കിങ്ങിന്. നമ്മളിതിപ്പോൾ G28 ആണ്. ഇതേ ഈ കാണുന്നതാണ് നമ്മുടെ പാർക്കിംഗ് സ്പേസ്. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നു. ഇതേ നേരെ മുമ്പിലേക്ക് നോക്കൂ, അതാണ് നമ്മുടെ സ്ക്രീൻ. ഇതാണ് നമ്മുടെ സിനിമാ തിയേറ്റർ. എങ്ങനെയുണ്ട് പരിപാടി? ഓക്കെ, ഒരു വലിയ സ്ക്രീനാണ് സെറ്റ് ചെയ്തേക്കണത്. അതായത് ഇപ്പോൾ ഒരു വെൽക്കം ടു ജിയോ വേൾഡ് ഡ്രൈവ് എന്നുള്ളൊരു സ്ലൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. പടം തുടങ്ങാൻ ഇനി ഒരു 15-20 മിനിറ്റോളം ബാക്കിയുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റി കാണാം. പാർക്കിങ്ങിൽ നിന്ന് ഈ സൈഡിലേക്കൊക്കെ ഇങ്ങനെ എക്സിറ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകാൻ പറ്റുന്ന എക്സിറ്റ് വഴികളുണ്ട്. അതുപോലെ ആ ഭാഗത്തായിട്ടാണ് ഒരു കഫേ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. അതിന് മുമ്പ് നമുക്ക് മുമ്പിലൊന്ന് പോയിട്ട് വരാം. ടിക്കറ്റിൻ്റെ റേറ്റുകളൊക്കെ കുറിച്ചൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ട്, അത് ഞാൻ പിന്നെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ നമ്മളിതാ ഈ സ്ക്രീനിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നതാണ്. ഈ സ്ക്രീനിൻ്റെ തൊട്ട് താഴെ ഇവിടെയൊക്കെ വണ്ടി ഓടിച്ച് പോകാനുള്ള വഴികളാണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. അതെ, ഇത് വന്ന വഴിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതാണ് സ്ക്രീനിൻ്റെ വലിപ്പം നോക്കിയേ. ഇതിപ്പോൾ എങ്ങനെ ഇപ്പോൾ വലിപ്പം മനസ്സിലാവുക എനിക്കറിയില്ല. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിപ്പം ഫീൽ ചെയ്യില്ല കാര്യമായിട്ടൊന്നും. നമുക്കെന്തായാലും ആ കഫേൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. താഴേക്ക് നോക്കിയേ, വണ്ടിക്ക് പോകാനുള്ള സ്പേസും പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഇങ്ങനെ വേറെ വേറെ പച്ചയും കറുപ്പും കൊണ്ട് സെപ്പറേറ്റ് ചെയ്തേക്കണം. ഈ പാർക്കിങ്ങിൻ്റെ ഇത് മാർക്ക് ചെയ്തേക്കണുണ്ടോ, അത് ലൈറ്റാണ് കേട്ടോ. അത് നമ്മുടെ സ്ക്രീൻ. അമ്മോ, ട്യൂൺ ഇൻ ടു 88.5 FM ഫോർ സൗണ്ട് ട്രാക്ക്. ഇത് കണ്ടോ, ആ സ്ക്രീനിൽ എഴുതിയിരിക്കണുണ്ടോ. അതായത് ഇവിടെ ഒരു കോമൺ സൗണ്ട് ഉണ്ടാവും, മൊത്തം ഏരിയയിൽ ഒരു കോമൺ ആയിട്ട് സൗണ്ട് ഉണ്ടാവും. അതിന് പുറമെ ആ മൂവിയുടെ സൗണ്ട് നമ്മളെ വണ്ടിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ആ എഴുതിയിരിക്കുന്നത്. അതായത് 88.5 ഫ്രീക്വൻസിയിൽ നമ്മുടെ FM സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിനിമയുടെ സൗണ്ട് നമ്മുടെ വണ്ടിയിൽ കിട്ടും. അങ്ങനെ നമുക്ക് കുറച്ചുകൂടി നല്ല എക്സ്പീരിയൻസ് കിട്ടും. ഈ ഒരു ഓപ്പൺ സ്പേസിൽ ഇങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ളൊരു സൗണ്ട് സിസ്റ്റം എത്ര വലിയത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് അത്രയും ഫീൽ ചെയ്യാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടിയിലെ സൗണ്ട് സിസ്റ്റം എത്രത്തോളം നല്ലതാണോ അതിനനുസരിച്ച് നമുക്ക് ആ സിനിമയുടെ സൗണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതേ നമ്മൾ വന്നപ്പോൾ ആകെ 2-3 വണ്ടികളേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നിറയെ വണ്ടികളായിട്ടോ ഇവിടെ എല്ലാം. ഇവിടെ ഒരു കഫേ ഉണ്ട്, സ്റ്റാർഡസ്റ്റ് കഫേ, ഒരു വണ്ടീൻ്റെ ഷേപ്പിലാണ്. മുസ്തഫക്ക ഇതിൻ്റെ ആൾക്കാരത്ത് എന്തൊക്കെ ഡൗട്ട്സൊക്കെ ചോദിക്കാം കേട്ടോ. ഇനി കുറേ കോമഡികൾ കാണാൻ പറ്റും നമുക്കിത്. ഇവിടെ കണ്ടോ, കാറിൻ്റെ മുകളിൽ ഇവരെ കണ്ടോ. അതായത് ഈ ഒരു സിനിമ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ കാറിൻ്റെ മുകളിലൊരു കാർപ്പറ്റ് വിരിച്ചിട്ട് അതിൽ കയറിയിരിക്കുക കേട്ടോ. കുട്ടികളിവിടെ കളിക്കുന്നുണ്ട്. സിനിമ തുടങ്ങാനുള്ള ഒരു ചെറിയൊരു ടൈം ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവർ എന്തോ കളിയിലൊക്കെയാണ്. നമ്മൾ ബാക്കിൽ നമ്മളെ സ്ക്രീൻ കാണാം. അതിൻ്റെ സൈസ് എത്രയെന്ന് അറിയോ? 24 മീറ്റേഴ്സ് ഇൻറ്റു 10 മീറ്റേഴ്സ്. 10 മീറ്റർ ഹൈറ്റ് ഉണ്ട് ആ ഒരു സ്ക്രീനിന്. വിഡ്ത്ത് 24 മീറ്ററും. അതുപോലെ ഇതിൻ്റെ റെക്കോർഡ് പ്രധാനപ്പെട്ട ഒരു യൂണീക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ റൂഫ് ടോപ്പ് ഡ്രൈവിംഗ് തിയേറ്ററാണ്. ഡ്രൈവിംഗ് തിയേറ്റേഴ്സ് ചിലപ്പോൾ വേറെയും ലോകത്തിലുണ്ടാവും, പക്ഷേ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഉണ്ടാക്കിയ ആദ്യത്തെ റൂഫ് ടോപ്പ്, അതായത് മീൻസ് റൂഫ് ടോപ്പ്
ഡ്രൈവ് ഇൻ തിയേറ്റർ ഇതാണ്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു സിനിമാ തിയേറ്ററിൽ കയറുന്ന സമയത്ത് 300-400 രൂപ പെർ ഹെഡാണ്. അതെ. ഇത് കാറിൽ എത്ര പേരെ കൊള്ളാൻ പറ്റും? നമ്മളിനി മിനിലോറി വിളിച്ച് വരാൻ പറ്റില്ല. അതാണ് പോയിന്റ് കേട്ടോ. അതായത് ഒരു കാറിനാണ് ഇവിടെ ടിക്കറ്റ്, അല്ലാതെ ഒരു വ്യക്തിക്കല്ല. നിങ്ങളിപ്പോൾ ഒരു ആൾട്ടോ കാർ കൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് 4 പേര് 4-5 പേരാണെന്നുണ്ടെങ്കിൽ അതിനൊരു ടിക്കറ്റാണ്. അതുപോലെ തന്നെ ഈ തിയേറ്ററിനകത്ത് നിൽക്കുമ്പോൾ വണ്ടി വന്ന് ശല്യം ചെയ്യാണ്. തിയേറ്ററിനകത്ത് വണ്ടിയാണ്. അതെ, മറ്റേ കടലമുട്ടേക്കാരാണ് സാധാരണ മറ്റേ. അതെ അതെ ഉണ്ടാവുക. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളൊരു ഇന്നോവയും കൊണ്ട് വരികയാണെങ്കിൽ 7-8 പേര് 8 പേരൊക്കെ ഞെരുങ്ങിയിരിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ അപ്പോഴും ഒരേ ടിക്കറ്റ് റേറ്റാണ്. കാറിനാണ് ടിക്കറ്റ് കേട്ടോ നമ്മൾ എടുക്കുന്നത്, ഓരോ വ്യക്തികൾക്കല്ല. എന്ന് വെച്ചിട്ട് നമ്മൾ ഒരു 10-15 പേരൊന്നും ഒരു വണ്ടിയിൽ കുത്തി കളിച്ച് വരാൻ പാടില്ല. പഴയ കാലത്ത് നാട്ടിൽ ഓടിയിരുന്ന ജീപ്പും ട്രക്കറൊക്കെ അല്ല, പുള്ളി പ്രത്യേകം പറഞ്ഞു ഏതാണോ നിങ്ങളുടെ വണ്ടി ആ വണ്ടിക്ക് ലീഗൽ കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ, അത്രയും പേർക്ക് ആ വണ്ടിയിൽ വരാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ഒരു സ്ലോട്ടിന് ഒരു ടിക്കറ്റാണ്, അല്ലാതെ ആൾക്കനുസരിച്ച് ഒരു ടിക്കറ്റ് റേറ്റ് കൂട്ടുന്നില്ല. ഇതേ ഒരു കുട്ടിയുണ്ടോ നമ്മുടെ ബീൻ ബാഗിൻ്റെ മുകളിൽ ഇരിക്കണേ, നമ്മൾ കാറും കൊണ്ട് വരുമ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ഇട്ടിട്ട് അതിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കാണാം സിനിമ. എന്താണ് തലയണയും കൊണ്ടൊക്കെ വന്നിക്കണു, ബെഡും കൊണ്ടൊക്കെ വന്നിട്ട് ഇവിടെ വിരിച്ചൊക്കെ കിടന്നിട്ടൊക്കെ പടം കാണാം അല്ലേ? എങ്ങനെ കാണണം നമ്മൾ തീരുമാനിച്ച. ഹലോ, ഇങ്ങനത്തെ സ്പോഞ്ച് ഇവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ, കുഷ്യൻസ് കണ്ടോ. ഇത് നമുക്ക് ഇവിടെ ഇട്ടിട്ട് വിരിച്ചിട്ട് അതിലിട്ടിട്ട് കാണാൻ പറ്റും. ഇതെന്താണിത്? ഇതിപ്പോൾ ഇവരെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ആര് കൊണ്ടുവച്ചു? ഇവര് തന്നെ. ഇതിൻ്റെ കൂടെ അല്ലാണോ അത്? ആ ടിക്കറ്റിന്റെ കൂടെ ഫുഡിന്റെ ചാർജ് കാണിച്ചിരുന്നു. അപ്പൊ ഇതിലേ വണ്ടിക്കകത്ത് നിന്നുകൊണ്ട് ഇപ്പം ആരും സിനിമ കാണുന്നുള്ള എനിക്ക് തോന്നുന്നില്ല. ഇത് ആളുകളൊരു പിക്നിക് മോഡൽ, ഒരു ഉത്സവം പോലെ. നമ്മൾ പണ്ട് കാലത്ത് ഉത്സവപ്പറമ്പുകളിൽ നാടകം ഉണ്ടായിരിക്കുമല്ലോ, പായൊക്കെ വിരിച്ചിരിക്കൂലേ? അതെ അതെ, അതേപോലെ പായ ഇവിടെ ഓൾറെഡി വിരിച്ചു കൊടുത്തിട്ടുണ്ട്. തലയണ ഇതൊക്കെ എടുത്തിട്ട് ആളുകൾ വരും. അപ്പൊ അതേപോലുള്ള ഒരു സംഭവം. കാരണം 12 മണിക്കാണ് തുടങ്ങുന്നത്. ശരിക്കും ഡ്രൈവിംഗ് തിയേറ്റർ ആണ്, കാർ അകത്ത് കയറ്റാം. പക്ഷെ കാറിനകത്ത് ഇരുന്നിട്ട് ഒരു മനുഷ്യനില്ല, തോന്നുന്നില്ല. കൈൻഡ്ലി ടേൺ ഓഫ് യുവർ കാർ ഹെഡ്ലൈറ്റ്സ്. സിഗരറ്റ് വലിക്കരുത്, കസേരയിൽ ചവിട്ടരുത് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ അതാണ് നിങ്ങളുടെ കാറിൻ്റെ ഹെഡ്ലൈറ്റ് ദയവ് ചെയ്ത് ഓഫ് ചെയ്യണം എന്നാണ് ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് സ്ക്രീനിൽ എഴുതി കാണിച്ചത്. ഇത് ഞാനിപ്പോൾ ഈ സ്ക്രീനിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇത്രയും നേരം ചില പരസ്യങ്ങളും അതുപോലെ ചില സിനിമകളുടെ ട്രെയിലറൊക്കെ ആയിരുന്നു. ഇപ്പോൾ ശരിക്കും ഇതാ നമ്മുടെ പടം സ്റ്റാർട്ട് ചെയ്യാണ് കണ്ടോ. ഞാൻ ആ സ്ക്രീനിൻ്റെ താഴെ നിൽക്കുന്നത്. ഇപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ ഒന്ന് സെറ്റായി. ഭൂരിഭാഗം പേരും ഇങ്ങനെ ആ കാറ് നിർത്തിയിട്ടിട്ട് അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ആ ഒരു തിണ്ണയിലിരിക്കുകയാണ് കേട്ടോ. സിഗരറ്റ് വലിക്കരുതെന്നും മുന്നത്തെ കസേരയിൽ ചവിട്ടരുതെന്നൊക്കെ എഴുതി കാണിച്ചാലും ചില ആൾക്കാരെ ചെയ്യുമല്ലോ, അതുപോലെയാണ്. പടം തുടങ്ങിയതിൻ്റെ ഏറ്റവും ആദ്യം എഴുതി കാണിച്ചതാണ് ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന്. ഇവിടെ ഒരാളിത് വണ്ടിയുടെ ലൈറ്റൊക്കെ ഓണാക്കിയിട്ടിരിക്കുന്നുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ എന്തായാലും കുറച്ച് പേരുണ്ടാവും. അതെ, അവിടെ എന്തോ സംഭവിച്ചു, വണ്ടിൻ്റെ മുകളിൽ നിന്ന് ഉതിർന്ന് താഴേക്ക് പോയി ഒരാൾ. കുഴപ്പമില്ല, അതെ നമുക്കിനി നമ്മുടെ സീറ്റിലൊന്ന് പോയി ഇരിക്കാം. നമ്മുടെ സ്ലോട്ടിലൊന്ന് പോയി ഇരിക്കാം. സിനിമ എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇപ്പോൾ ഫുൾ ടൈം ഇരുന്ന് ആ സിനിമ ശ്രദ്ധിച്ച് കാണാൻ കഴിയില്ല. അപ്പോൾ ആ പടം നമുക്ക് പിന്നെ കാണാം. ഇതിൻ്റെ ഏറ്റവും പുറകിൽ ഈ ഭാഗത്തായിട്ട്, ഈ ഭാഗത്തല്ല, 2 സൈഡിലുണ്ട് ഇങ്ങനെ ഇരുന്ന് തന്നെ കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക്, സീറ്റിൽ ഇരുന്ന് തന്നെ കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചെറിയ 2 ലോബി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എൻജോയ് ദ PVR എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ഇരുന്നിട്ടും സിനിമ കാണാം. മുസ്തഫൊക്കെ അത് എൻജോയ് ചെയ്യുന്നു.
സിനിമ ബാക്കിൽ അത് ആ സ്ക്രീനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുഴുവൻ കാണാൻ നിൽക്കുന്നില്ല. എന്തായാലും ഇനി ഇറങ്ങുകയാണ്. ഇവിടെ ഒരു നല്ല 2 ഭാഗത്തായിട്ട് നല്ല വൃത്തിയിൽ ചെയ്ത 2 വാഷ്റൂംസ് ഉണ്ട്. അതുപോലെ എന്താ പറയുക, ഈ ഡിസേബിൾഡായ ആൾക്കാർക്ക് പോലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. അതുപോലെ ഒരു നല്ലൊരു കഫറ്റീരിയ പോലത്തെ ഒരുപാട് അത്യാവശ്യം നല്ല ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്ന ഒരു നല്ലൊരു കഫറ്റീരിയ ഉണ്ട്. ഏറ്റവും നല്ല രീതിയിൽ മോഡേൺ ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ വൃത്തിയിലും ഭയങ്കര ക്ലാസ് ആയിട്ടും ചെയ്തൊരു സംവിധാനങ്ങളായിട്ട് എല്ലാം തോന്നിയത്. സൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മൾ തിയേറ്ററിൻ്റെ അകത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ അത്രയും ഫീൽ ഇല്ലെങ്കിൽ പോലും ഒരു ഓപ്പൺ എയറിൽ നമുക്ക് എത്രത്തോളം നന്നായിട്ട് തരാൻ പറ്റുമോ അത്രയും നന്നായി തന്നിട്ടുണ്ട്. ഈ സൗണ്ടൊക്കെ വേറെ എന്തൊക്കെയാണ് ടെക്നോളജി കേട്ടോ, സ്പീക്കറിനൊക്കെ വേറെ എന്തോ പേരൊക്കെ പറഞ്ഞു. വളരെ വ്യക്തമായി ആസൂത്രണം ചെയ്ത് ഏറ്റവും നല്ല സൗണ്ട് എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സിസ്റ്റം ആയിട്ടുണ്ട്. എന്തായാലും 50-ലധികം വലിയ സ്പീക്കേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, വേറെ ഒന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് തീരുന്ന വരെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ആസ്വദിച്ച് തുടക്കം മുതൽ സിനിമ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ ഈ സിനിമ പിന്നെ ഒരിക്കൽ കാണാമെന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ പോയാലോ എന്ന് ആലോചിക്കണേ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിൽ തന്നെ എത്തിയിട്ടോ. അപ്പോൾ ഒരു പുതിയ സിനിമ വാച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. 100% ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് മുമ്പ് എവിടെ ഉണ്ടായിട്ടില്ല. ലോകത്ത് പലയിടത്തും ഈ ഓപ്പൺ എയർ ഡ്രൈവിംഗ് തിയേറ്റർ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ലോകത്തിലെ ഏക റൂഫ് ടോപ്പ് ഡ്രൈവിംഗ് തിയേറ്റർ ഇതാണ്, ജിയോ ഡ്രൈവിംഗ് തിയേറ്റർ. അപ്പോൾ എന്തായാലും സിനിമ കണ്ട് മുംബൈയിലുള്ള ആളുകളൊക്കെ പോയി കണ്ടോളൂ. മുംബൈയിലില്ലാത്തവർ മുംബൈ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു പ്രാവശ്യം പോയിക്കോളൂ. ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. വേറെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, എല്ലാ വിശേഷങ്ങളും നിങ്ങൾ കണ്ടു. നമ്മളൊരു കാര്യം മറന്നുപോയി, കാറിൽ ആ FM ഇത് വെച്ചിട്ട് ഫ്രീക്വൻസി വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ഓഡിയോ സെറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കിയില്ല. അത് ആ സമയത്ത് ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അത് വിട്ടുപോയതാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ ജിയോ ഡ്രൈവിംഗ് തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നിയത് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഫാമിലി ഫ്രണ്ട് സർക്കിളിലൊക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ മുംബൈയിൽ നിന്നുള്ള അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും അടുത്ത വീഡിയോ കാണാം. ബൈ.